ഹായ് ഓൾ, ഇന്നത്തേത് നമ്മുടെ പുതുപുത്തൻ ട്രെൻഡിങ് ആയിട്ടുള്ള വൈറൽ പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്കറിയാൻ പറ്റും, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നൂൽ പൊറോട്ടയാണ്. ഈ ഒരു പൊറോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒരുപാട് സമയം നമ്മൾ മാവ് കുഴച്ച് വെച്ച് പരത്തി വീശി അടിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു പൊറോട്ട തിന്നാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ കുട്ടികളാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ, കുട്ടികൾക്കാണെങ്കിലും ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 240 ml കപ്പിനാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു സ്പൂണിന് തന്നെ 2 ടേബിൾ സ്പൂണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പൂണിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 1 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ 1 മുട്ട ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പ് മൈദയ്ക്ക് 1 മുട്ട തന്നെ ചേർത്ത് കൊടുത്താൽ മതി. മാക്സിമം ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ മുട്ട എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രത്തിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ടോട്ടൽ നമ്മൾ നേരത്തെ എടുത്ത മൈദയുടെ ആ ഒരു കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഉണ്ടാവും. എന്നിട്ട് നല്ല ഫൈനായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ മാവ് കിട്ടേണ്ടത്. ഒരുപാട് ലൂസായിട്ടല്ല, എന്നാൽ ഒരുപാട് കട്ടികല്ലാണ്ട് വേണം നമുക്ക് ഇത് കിട്ടാനായിട്ട്. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. എങ്കിലും നമുക്ക് പൊറോട്ട ഉണ്ടാക്കുന്ന ആ സമയത്ത് പൊറോട്ടയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കുപ്പിയിലേക്കാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് മാവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ചുറ്റിച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു കുപ്പിയിലോ എടുക്കാം. എന്നിട്ട് അതിനൊരു ഹോളിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമ്മുടെ ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ കുപ്പിയുടെ അതിങ്ങനെ കുപ്പി കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് മിസ്റ്റേക്കൊക്കെ സംഭവിക്കും. പിന്നെ അങ്ങോട്ട് കറക്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ട് നിറച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണ്ട. നൂൽ പൊറോട്ട എന്ന് പറയുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് നെയ്യ് കൂടി ഇതിൻ്റെ മേലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, പൊറോട്ടയുടെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം ഞാനിതിപ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് മൊരിയിപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചൂട് ചായക്കൊപ്പം ഈ ഒരു പൊറോട്ട ഉണ്ടാക്കിയ സമയത്ത് തന്നെ ചൂടോടുകൂടി കഴിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. പൊറോട്ടയുടെ കറക്റ്റ് ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നെയ്യും ഇതിൽ പറഞ്ഞ ആ ഒരു ഇൻഗ്രീഡിയൻസൊക്കെ സ്കിപ്പ് ചെയ്യാണ് നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊറോട്ടയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു നൂൽ പൊറോട്ട കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത മാവിന് 1 കപ്പ് മാവിന് 8 പൊറോട്ട ഞാനിവിടെ നൂൽ പൊറോട്ട ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത അളവിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കൂട്ടി എടുത്താൽ മതിയാവും. ഡബിളാക്കി എടുത്താൽ മതിയാവും. കറക്റ്റ് അളവിൽ തന്നെ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ നൂൽ പൊറോട്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ട തന്നെയാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.